നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് റവയും കൊണ്ട് പുട്ടുണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കുറ്റി പുട്ടിന് റവ എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. നേരിയ റവ എടുക്കണം. ഒരുപാട് നേരം വറുക്കേണ്ട ആവശ്യമില്ല. ഇനി റവ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. റവ തണുക്കുമ്പം നനച്ചെടുക്കുക. ഇപ്പോൾ റവ തണുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കുക. കുറച്ചുകൂടി ഒഴിക്കാം. വെള്ളത്തിന് അളവൊന്നുമില്ല. നമ്മൾ റവ എത്ര എടുത്ത് അതനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. കുറച്ചുകൂടി പിന്നെയും വെള്ളം നനച്ച് ഇതുപോലെ മുറുക്ക പിടിക്കാതെ വിരലും കൊണ്ട് നനച്ചെടുക്കാം. 5 മിനിറ്റായി. ഇനി കുറച്ച് കട്ടയെല്ലാം പൊടിച്ച് കൊടുക്കാം. സമയമുണ്ടെങ്കിൽ എല്ലാ കട്ടയും പൊടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്ര ചെയ്യുന്നുള്ളൂ. ഒരു ബൗളിൽ തേങ്ങ ചിരവിയതും മറ്റേ ബൗളിൽ ക്യാരറ്റ് ചീവിയതും എടുത്തിട്ടുണ്ട്. ഇനി പുട്ടും കുറ്റിയിൽ ഇട്ട് കൊടുക്കാം. അടിയിൽ തേങ്ങയും ക്യാരറ്റും. ഇനി റവ ഇട്ട് കൊടുക്കാം. ഇതുപോലെ പൊടിച്ച് ഇട്ട് കൊടുക്കുക. അരിപ്പൊടിയിൽ നിന്ന് പെട്ടെന്ന് റവ പുട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ചൂടോടെ കഴിക്കാൻ നല്ലതാണ്. ചൂട് പോകാതിരിക്കാൻ അടുപ്പുള്ള പാത്രത്തിൽ അടച്ചു വെക്കാം. ഗാസ്ട്രോളാണ് എല്ലാം. തേങ്ങയും ക്യാരറ്റും ഇട്ട് പകുതിയായപ്പോൾ ഒരു കുറ്റി പുട്ടിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് തികച്ച് ഇട്ട് കൊടുക്കാം. വെന്ത് വരുമ്പം താണോളൂ. മേലെ ഭാഗത്തായി തേങ്ങയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇനി അടപ്പ് വെച്ച് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് പുട്ടും പാത്രം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് പുട്ടും കുറ്റിയും വെച്ച് പെട്ടെന്ന് തന്നെ ആവി വരും. 2-3 മിനിറ്റ് മതി. ആവി വന്നു കഴിഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ഒന്നും ചെയ്യണ്ട. പെട്ടെന്ന് തന്നെ ഇളകി വരും. അതുകൊണ്ട് വാങ്ങി അടുപ്പത്തുനിന്ന് ഇനി പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കുക. പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഏത് കറീൻ്റെ കൂടെയും കഴിക്കാം. ഈ പുട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.